ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഉത്തരകാണ്ഡം അധ്യായം 4. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കേട്ടത് ലവകുശന്മാരുടെ ബാല്യവും വാൽമീകി മഹർഷിയിൽ നിന്ന് അവർ രാമായണം അഭ്യസിച്ചതും രാമായണ ഗാനം ആരംഭിച്ചതുമാണ്. ഇനി കഥ കൂടുതൽ ആവേശകരമായ വഴിയിലേക്ക് കടക്കുകയാണ്. അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. യാഗത്തിന്റെ ഭാഗമായി രാജകീയമായി അലങ്കരിച്ച ഒരു കുതിരയെ സ്വതന്ത്രമായി വിട്ടു. ആ കുതിര സഞ്ചരിക്കുന്ന ദേശങ്ങൾ അയോധ്യയുടെ അധീനത അംഗീകരിക്കേണ്ടതായിരുന്നു. ആരെങ്കിലും കുതിരയെ തടഞ്ഞാൽ അത് യുദ്ധത്തിനുള്ള വെല്ലുവിളിയായി കണക്കാക്കും. അങ്ങനെ ആ കുതിര പല ദേശങ്ങളും കടന്ന് ഒടുവിൽ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിന് സമീപത്തുള്ള വനപ്രദേശത്തെത്തി. അവിടെ ലവനും കുശനും ഉണ്ടായിരുന്നു. കുതിരയുടെ കഴുത്തിൽ തൂങ്ങിയിരുന്ന രാജശാസനം അവർ കണ്ടു. അതിൽ അയോധ്യാധിപനായ ശ്രീരാമന്റെ അശ്വമേധ കുതിരയാണ് ഇതെന്ന് വ്യക്തമാക്കിയിരുന്നു. ലവകുശന്മാർ പരസ്പരം നോക്കി. കുശ, ഈ കുതിരയെ ആരും തടയരുത് എന്നാണല്ലോ ഇവരുടെ ആജ്ഞ. കുശൻ ശാന്തമായി പറഞ്ഞു. എന്നാൽ ധർമ്മത്തിന്റെ കാര്യത്തിൽ ചോദ്യമുണ്ടെങ്കിൽ അതിന് ഉത്തരം തേടുന്നത് തെറ്റല്ല. അവർ കുതിരയെ പിടിച്ചു നിർത്തി. അശ്വമേധ കുതിരയെ സംരക്ഷിച്ചിരുന്ന സൈനികർ അത്ഭുതപ്പെട്ടു. ബാലന്മാരെ, നിങ്ങൾക്കറിയാമോ ആരുടെ കുതിരയാണ് നിങ്ങൾ തടഞ്ഞിരിക്കുന്നതെന്ന്? ലവൻ ധൈര്യത്തോടെ മറുപടി പറഞ്ഞു. അറിയാം, അയോധ്യയിലെ മഹാരാജാവായ ശ്രീരാമചന്ദ്രന്റെ കുതിരയാണ് ഇത്. എന്നാൽ ഈ കുതിരയെ ഞങ്ങൾ തടഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ രാജാവിന് ഇതിൽ എതിർപ്പുണ്ടെങ്കിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യാം. സൈനികർ ഇത് കേട്ട് കോപമായി. ഇത്രയും ചെറുപ്പക്കാരായ 2 ബാലന്മാർ അയോധ്യയുടെ മഹാരാജാവിനെ വെല്ലുവിളിക്കുന്നു. അവർ ലവകുശന്മാരെ കീഴടക്കാൻ മുന്നോട്ട് വന്നു. എന്നാൽ അവർ കരുതിയതുപോലെ ഈ ബാലന്മാർ സാധാരണ ആശ്രമകുമാരന്മാരായിരുന്നില്ല. വാൽമീകി മഹർഷിയിൽ നിന്ന് വേദവും ശാസ്ത്രവും അഭ്യസിച്ചതിനോടൊപ്പം തന്നെ അവർ മികച്ച ആയുധവിദ്യയും നേടിയിരുന്നു. ലവൻ വില്ലെടുത്ത് അമ്പു തൊടുത്തു. കുശനും അതേ നിമിഷം തന്റെ വില്ലിൽ അമ്പൊരുക്കി. അവരുടെ അമ്പുകൾ മിന്നൽ പോലെ പാഞ്ഞു. സൈനികർ മുന്നോട്ട് നീങ്ങാൻ പോലും കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലായി, ഈ 2 ബാലന്മാരെ സാധാരണ കുട്ടികളായി കാണാൻ കഴിയില്ല. വാർത്ത ഉടൻ തന്നെ രാമസൈന്യത്തിലെ പ്രമുഖരിലേക്ക് എത്തി. 2 ആശ്രമകുമാരന്മാർ അശ്വമേധ കുതിരയെ തടഞ്ഞിരിക്കുന്നു. നമ്മുടെ സൈന്യത്തെ അവർ പരാജയപ്പെടുത്തി. ഇത് കേട്ട് രാമന്റെ സഹോദരന്മാരും വീരന്മാരും അവിടേക്കെത്തി. എന്നാൽ ലവകുശന്മാർ ഭയപ്പെട്ടില്ല. അവർക്കറിയാമായിരുന്നു തങ്ങൾ ചെയ്യുന്നത് അധർമ്മമല്ലെന്ന്. അവരുടെ ഹൃദയത്തിൽ ഗുരുവിന്റെ ഉപദേശമുണ്ടായിരുന്നു. അവരുടെ കൈകളിൽ വില്ലും അമ്പും ഉണ്ടായിരുന്നു. അവരുടെ നാവിൽ രാമനാമവും. യുദ്ധം ആരംഭിച്ചു. ഒരു വശത്ത് അയോധ്യയുടെ മഹാവീരന്മാർ, മറുവശത്ത് വാൽമീകി ആശ്രമത്തിലെ 2 ബാലന്മാർ. പക്ഷേ ആ 2 ബാലന്മാരുടെ അമ്പുകൾ അത്ഭുതകരമായ വേഗത്തിൽ പാഞ്ഞു. അവരുടെ വീര്യം കണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇവരാരാണ് എന്ന ചോദ്യം സൈനികരുടെ മനസ്സിൽ ഉയർന്നു. എന്നാൽ അതിനുള്ള ഉത്തരം അന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ലവകുശന്മാർക്കും അറിയില്ലായിരുന്നു. തങ്ങൾ തടഞ്ഞിരിക്കുന്ന കുതിര ആരുടേതാണെന്ന് അറിയുമ്പോഴും ആ കുതിരയുടെ യഥാർത്ഥ ഉടമയുമായുള്ള തങ്ങളുടെ ബന്ധം എന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. അങ്ങനെ അവർ യുദ്ധം ചെയ്യുന്നത് സ്വന്തം പിതാവിന്റെ സൈന്യത്തോട് ആണ് എന്ന സത്യം കാലം മറച്ചു വെച്ചിരുന്നു. അങ്ങനെ അശ്വമേധയാഗത്തിന്റെ കുതിരയെ ചുറ്റിപ്പറ്റി ആരംഭിച്ച ഈ സംഭവം പിന്നീട് രാമന്റെയും ലവകുശന്മാരുടെയും ഹൃദയഭേദകമായ കൂടിക്കാഴ്ചയിലേക്ക് നയിക്കുകയാണ്. ഇനി കഥയിൽ അതിലും വലിയ വീരന്മാർ രംഗത്തേക്ക് വരുന്നുണ്ട്. ഹനുമാൻ എത്തുന്നു. ലവകുശന്മാരുടെ മുമ്പിൽ ഹനുമാൻ നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അവർ ഹനുമാനെയും നേരിട്ടോ? ഹനുമാൻ ആ ബാലന്മാരിൽ എന്ത് ദിവ്യ സാന്നിധ്യമാണ് തിരിച്ചറിഞ്ഞത്? അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സീതാരാമചന്ദ്ര കി ജയ്, ഹനുമാൻ സ്വാമി കി ജയ്.